ഹായ് ഹലോ. അപ്പോൾ ഗൈസ്, അപ്പം അങ്ങനെ എൻ്റെ യൂട്യൂബ് ഡോളർ കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് യൂട്യൂബിൻ്റെ ഡോളർ എടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോവാണ്. ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ആ സന്തോഷത്തിൻ്റെ മെയിൻ കാരണം എനിക്കിപ്പോൾ 3700 സബ്ബായിട്ടുണ്ട്. ഈ 3700 സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഡോളർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന, ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ, രാവും പകലും ഇല്ലാണ്ട് ലൈവ് ചെയ്തിട്ടും വീഡിയോസ് ഇട്ടിട്ടും ഷോർട്സ് അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കഷ്ടപ്പാട് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ സൂപ്പർ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത കൂടെ നിന്ന് എൻ്റെ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് എന്നും ഈ നന്ദിയും കടപ്പാടും ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, അതാണ് അവിടെ കണ്ടത്. അതൊന്ന് മാളു എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ മക്കളോടാണ് കേട്ടോ. എൻ്റെ മക്കളാണ് ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ട്, അവരാണ് ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങിയത്. അവരുടെ വീഡിയോസ് ഞാൻ പോലും അറിയാതെ അവരായിട്ട് തുടങ്ങിയതാണ് കേട്ടോ യൂട്യൂബ്. അതിന് ശേഷമാണ് ഇത്രയും വ്യൂസ് കെയർ ചെയ്ത് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ അതിൽ എക്സൈറ്റ്മെൻ്റ് ആയി. എന്നാൽ നമുക്ക് ഇനി മുതലേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് തുടങ്ങിയത്. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 9 മാസത്തോളം ആയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഞങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊന്നും ഇടാറില്ല. പിന്നെയാണ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. അങ്ങനെ പിന്നെ 4 മാസം കൊണ്ട് ലൈവ് ചെയ്താണ് ഞാൻ മോണിറ്റൈസേഷൻ ആക്കി എടുത്തത് കേട്ടോ. 4 മാസം കൊണ്ട് ലൈവ് ചെയ്ത് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ആക്കി എടുത്തു. 1 മാസം കൊണ്ട് ഡോളർ കംപ്ലീറ്റ് ആക്കി. ഇപ്പം ഞാനിത് ഡോളർ എടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ ഉള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ്. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബ് നമുക്ക് ചെറിയ എമൗണ്ട് അല്ല, നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ഇന്ന് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര സിമ്പിളൊന്നുമല്ല കേട്ടോ. അങ്ങനെ എൻ്റെ ATM കാർഡ് എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം മോളിൽ പോയിട്ട് ഞാനത് ATM കാർഡൊക്കെ റെഡിയാക്കി ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് ATM കയറി ആ പൈസ എടുക്കുന്ന നിമിഷം ഉണ്ടല്ലോ, എന്താ പറയുക, എനിക്ക് അത്രയ്ക്ക് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു കേട്ടോ. എത്ര പൈസയാണെങ്കിലും, ഇപ്പോൾ ഒരു 1000 രൂപയാണെങ്കിലും 2000 രൂപയാണെങ്കിലും യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു നിമിഷമാണ് കേട്ടോ. അങ്ങനെ പിൻ നമ്പറൊക്കെ അടിച്ച് ക്യാഷ് വരണതിൽ വെയിറ്റിംഗ് ആയിട്ട് മാവേൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്യാഷൊക്കെ എടുത്ത് ഞങ്ങൾ എന്താ പറയുക, ഒരുപാട് ദൈവത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. 2 സ്ട്രൈക്ക് കിട്ടിയ സമയത്ത് ഞാൻ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചൊരു സമയങ്ങളുണ്ടായിട്ടുണ്ട്. ആ സ്ട്രൈക്കൊക്കെ മാറ്റി ഞങ്ങൾ പിന്നെയും വീണ്ടും ലൈവൊക്കെ ഇട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് പൈസ ഇപ്പോൾ ഇവിടെ വരെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി ദൈവത്തിനോടുണ്ട്. കണ്ടോ ക്യാഷ് കിട്ടിയത് കണ്ടോ ഗൈസ് നിങ്ങൾ. എന്തായാലും ഞാൻ വിചാരിക്കണേക്കാട്ടിലും ഒരു എമൗണ്ടാണ് കേട്ടോ എനിക്ക്. സത്യം പറഞ്ഞാൽ ജോലി ചെയ്താൽ എനിക്ക് ഇത്രയും പൈസ കിട്ടണില്ല. അത്രയും പൈസ എനിക്ക് ഇതുകൊണ്ട് കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പൈസ കിട്ടി കഴിഞ്ഞപ്പോൾ മാളുവിൻ്റെയും വാവേൻ്റെയും രൂപം മാറിയിട്ട് അവർ പറഞ്ഞമ്മ ഞങ്ങളാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, അപ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടിയതുകൊണ്ട് ഷേക്കും പപ്സൊക്കെ വാങ്ങിച്ചു തരണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവർക്ക് ഷേക്ക് വാങ്ങിച്ചു കൊടുത്തു. പിസ്സയും ബർഗറുമാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവർ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. എൻ്റെ മക്കൾക്ക് അതെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കണ്ടേ. അങ്ങനെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ഏട്ടൻ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ പൈസ എനിക്ക് എൻ്റെ ഏട്ടനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ളത് അതിലും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഏട്ടൻ 2 മുണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് വന്നു കേട്ടോ. ഭയങ്കര